ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3-ാം പാഠത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. ഈശോയുടെ പ്രബോധനങ്ങൾ എന്ന 7-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ 3-ാമത്തെ പാഠം ഈശോയുടെ നാമം, ദൈവത്തിൻ്റെ നാമം എത്രമാത്രം സൂക്ഷിച്ചു വേണം, എത്രമാത്രം ആദരവോടെ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ നാമം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മോശ വഴിയും ഈശോയുടെ പ്രബോധനങ്ങളിലൂടെയും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാമോദിസ പേര് ഒന്ന് ഓർത്തേ. ഞാൻ 1-2 പേരോട് ചോദിക്കാം. നിങ്ങളെ മാമോദിസ മുക്കിയപ്പോൾ നിങ്ങൾക്ക് നൽകിയ പേര്, എല്ലാ കുട്ടികൾക്കും ഒരു മാമോദിസ പേരുണ്ട്. അറിയാവുന്നവർ ഒന്ന് കൈ ഉയർത്തിക്ക്. എല്ലാവർക്കും അറിയാം. ദിയയുടെ മാമോദിസ പേര് എന്താണ്? തെരേസ. വെരി ഗുഡ്. ഡേവിസിൻ്റെ മാമോദിസ പേരെന്താണ്? ജോർജ്. ഈ പേരുകൾ മാമോദിസ മുങ്ങിയ വേളയിൽ നിങ്ങൾക്ക് നൽകിയത് വിശുദ്ധമായിട്ടുള്ള നല്ല ക്രിസ്തീയ നാമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ വിശുദ്ധമായിട്ടുള്ള വ്യക്തികളുടെ മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം നിങ്ങളെ സ്വാധീനിക്കട്ടെ എന്നതൊക്കെയാണ് മാമോദിസ പേരിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഉദ്ദേശം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാമോദിസ പേരിൻ്റെ നാമം ഉള്ള ആളുടെ ജീവചരിത്രം വായിക്കണം. ഇപ്പോൾ ദിയ തെരേസയെക്കുറിച്ചാണ്, കൊച്ചു തെരേസ്യ പുണ്യവതിയെക്കുറിച്ചായിരിക്കാം തെരേസയുടെ മാതാപിതാക്കൾ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം, കൊച്ചു തെരേസ്യ പുണ്യവതി ആരാ, തെരേസ എങ്ങനെയാണ് വളർന്നേ, തെരേസ എങ്ങനെയാണ് മരിച്ചേ, തെരേസ എന്തുകൊണ്ടാണ് വിശുദ്ധയായേ. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നല്ല പ്രചോദനമാകും. ദൈവത്തിൻ്റെ പ്രതിപുരുഷരാണ് വൈദികരും സന്യസ്തരും. കാരണം ദൈവത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ. ആരാണ് വൈദികർ എന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാന മധ്യേ സ്വർഗത്തിലിരിക്കുന്ന ഈശോയെ ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് വിളിച്ചിറക്കി തരുന്നയാളാണ് വൈദികർ. ആരാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ, ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ച വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, 2-ാമത്തെ കൽപ്പനയുടെ ഒരു ലംഘനമാണ് മുതിർന്നവരെ, മാതാപിതാക്കളെ, അധികാരികളെയൊക്കെ ബഹുമാനിക്കാതിരിക്കുന്നത്, ചീത്ത വാക്കുകൾ അവരെ പറയുന്നത്, മോശമായിട്ടുള്ള കാര്യങ്ങൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് എല്ലാം. അപ്പോൾ നമ്മൾ വിശുദ്ധമായിട്ടുള്ളവയെ ആദരിക്കണം. ദേവാലയങ്ങൾ, കപ്പേളകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അൾത്താര, വിശുദ്ധ ബലിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം വിശുദ്ധമായവയാണ്. ആ വിശുദ്ധമായവയെ ആദരിക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ദൂരത്തിൽ ചെറിയ കപ്പേളകളൊക്കെ കാണാം. എന്തിനാണെന്നറിയാവോ? ഈ കപ്പേളകൾ ദൈവത്തെ ഓർക്കുവാനാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പള്ളികളുടെയും
കുരിശുപള്ളികളുടെയും ഒക്കെ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് ദൈവത്തെ ഓർക്കും, ദൈവമേ എൻ്റെ യാത്രയെ കാത്തുകൊള്ളണേ. ഈ ദൈവത്തെ ഓർക്കുവാൻ നാം പരിശീലിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ദേവാലയത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ കുമ്പിട്ട് ഒരു നിമിഷം ദൈവത്തെ ഓർത്തിട്ട് പോകുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ സങ്കടത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ചില കുട്ടികൾ ദേവാലയത്തിൻ്റെ മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ അശ്രദ്ധയോടെ, ഒരു ബഹുമാനവും ഇല്ല, സക്രാരിയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം. ഒരു പക്ഷേ ദേവാലയത്തിൻ്റെ ആനവാതിൽ അടഞ്ഞു കിടന്നാലും ആ ദേവാലയത്തിൻ്റെ ഉള്ളിലെ സക്രാരിയിൽ ഈശോയെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം. അത് ദൈവത്തോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം. വിശുദ്ധരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മൾ ആരും അവരെ ആരാധിക്കുമല്ല, വിശുദ്ധരെ നമ്മൾ ബഹുമാനിക്കണം. അവരുടെ ജീവിതം എത്രമാത്രം വിശുദ്ധമായിട്ട് എങ്ങനെയാണ് അവർ കാത്തു സൂക്ഷിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വിശുദ്ധരെ, വൈദികരെ, സിസ്റ്റേഴ്സിനെ, അതുപോലെ പ്രേക്ഷിത വേല ചെയ്യുന്ന സമൂഹത്തിലെ നല്ല മാതൃകാപരമായിട്ടുള്ള വ്യക്തികളെ, ഇവരെല്ലാം നമുക്ക് ബഹുമാനിക്കുവാൻ പഠിക്കണം. അതിലൂടെ ദൈവത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായിട്ടുള്ള വൈദികരെയും സിസ്റ്റേഴ്സിനെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും ഇവരെല്ലാം നമ്മുടെ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെയാണ് നാം ബഹുമാനിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ പേരുകൾ. പേരിനൊരർത്ഥമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേര് തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ദൈവത്തിൻ്റെ നാമമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേര്, ആ ഒരു പേരിന് അനുസരിച്ച് ജീവിക്കുവാൻ ആരാണോ നിങ്ങളുടെ മാമോദിസ പേരിൻ്റെ മധ്യസ്ഥൻ, അല്ലെ മാമോദിസ പേര് ഏത് വിശുദ്ധരുടെ പേരാണോ ആ വിശുദ്ധരുടെ ജീവിതത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ നല്ല മാതൃകയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല വിശുദ്ധമായിട്ടുള്ള പേരുകൾ ഇടുമ്പോൾ അത് കുട്ടികൾക്ക് തന്നെ ഒരു പ്രചോദനമാകും. പേരിനൊരു അർത്ഥമുണ്ടാവണം. എന്തെങ്കിലും എളുപ്പത്തിന് 2-3 വാക്കുകളുടെ ഷോർട്ട് ഫോമായിട്ട് ഒന്നുമല്ല നമ്മുടെ പേരുകൾ ഇടണ്ടേ. കേട്ടാൽ ഇമ്പമുള്ള, കേൾക്കുമ്പോൾ അർത്ഥം തോന്നുന്ന, കേൾക്കുമ്പോൾ നല്ല ഒരു വിശുദ്ധമായിട്ടുള്ള ജീവിതം മുന്നിൽ വരച്ചു കാണിക്കാൻ പറ്റുന്ന നല്ല പേരുകൾ ഇടുവാൻ, പേരുകൾ വിളിക്കുവാൻ നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കൽപ്പന നമ്മളോട് ഇതെല്ലാം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. കാരണം അത്രമാത്രം പ്രാധാന്യത്തോടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം നാം. നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുന്നോ അതാണ് നമ്മുടെ പേരിലൂടെ വെളിപ്പെടുത്തുന്നത്. ചിലപ്പോൾ ദൈവനാമം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വളരെ കരുതലോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോടതിയിൽ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ വേളയിലൊക്കെ ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്. നമുക്കും ദൈവത്തിൻ്റെ നാമം അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കുവാൻ തീരുമാനിക്കാം, പരിശ്രമിക്കാം. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കില്ല. നല്ല കൃത്യതയുള്ള നല്ല വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാം. കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ ഓരോ കൽപ്പനകളും പൂർണ്ണമായിട്ടും
അനുസരിച്ച് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും കൈകൂപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായിട്ട് ഉപയോഗിക്കുവാൻ, ഒരിക്കൽ പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ലാഘവ ബുദ്ധിയോടുകൂടി ഉപയോഗിക്കുവാൻ എന്നെ ഇടയാക്കരുതേ. ഞാൻ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, നല്ല വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ, രണ്ടാമത്തെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട കുട്ടികളെ, മൂന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതണം. ദൈവവചനം വായിക്കണം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെ നിങ്ങൾ വായിച്ച് അതിൻ്റെ പ്രാധാന്യം, അർത്ഥം മനസ്സിലാക്കണം. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ഉണ്ട്. അത് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ സംക്ഷിപ്തമായി നമുക്ക് നല്ല ദൈവ മഹത്വം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറാം. ദൈവത്തിൻ്റെ നാമം ഞാൻ ഒരിക്കലും വൃഥ ഉപയോഗിക്കുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.